എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും. എനിക്ക് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ സമാധാനം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞ് കേട്ടോ. എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ചോറ് വെച്ചു, മരിച്ചിനി വെച്ചു, മീൻകറി വെച്ചു, തോരനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് കടുക് ഉറക്കണ കഴിയുള്ളൂ. പിന്നെ മീൻ ഫ്രൈക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മുട്ടക്കറി വയ്ക്കണുണ്ട്. അപ്പം രസം ഇന്നലത്തെ. അപ്പോൾ ഇന്നത്തെ ജോലികളെ ഏകദേശം കഴിഞ്ഞു. രാവിലെ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് ചാർജില്ലായിരുന്നു ഫോണിൽ. ഞങ്ങൾക്കിപ്പോൾ 10% കാണിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. എൻ്റെ വിഭവങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഇല്ലേ? കാണുമല്ലോ. ഇന്നത്തെ വീഡിയോ എടുക്കാൻ പറ്റാറോ? ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ലോഡ് ആവാനും താമസിച്ചു. അങ്ങനെ എല്ലാം കൂടെ എനിക്ക് വീഡിയോ ഇടാനും കഴിഞ്ഞില്ല. പിന്നെ വീഡിയോ പിടിക്കാനും പറ്റില്ല. എല്ലാവരും ക്ഷമിക്കാം. രാവിലെ മുട്ടക്കറി ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇതേ മുട്ടക്കറി റെഡിയായി. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എങ്കിലേ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ചോറായി, നെത്തോലി മീൻ കറി, മരിച്ചിനി, ഇന്നലത്തെ രസം. പിന്നെ എന്താ, ഇന്നലെ കുറച്ച് മുളക് കറി മിച്ചം വന്നതേ. ദേ നവര ഫ്രൈക്ക് വേണ്ടി റെഡിയാക്കി. ചെറുപയർ അവിച്ചു വെച്ചു തോരന് വേണ്ടി. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ്. എന്നിട്ട് നമുക്കിനി കഴിക്കുമ്പം കാണാം. നമ്മളെന്താ ഞാൻ പോണേ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകും. ഇങ്ങനെ ഉറച്ച് വിളിച്ചാലും നിങ്ങൾ കേൾക്കും. പറമ്പൊക്കെയാണ് വിളിച്ചാൽ നിങ്ങൾ ആരും വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉറച്ചൊക്കെ വിളിക്കാൻ മതി. അങ്ങനെ മുട്ടക്കറി റെഡിയായി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മുട്ടക്കറിയൊക്കെ റെഡിയായി. ഇനി അടുത്ത് ദോശയൊക്കെ ചുട്ട് കഴിക്കാൻ എല്ലാവരും വാ. എല്ലാവരും ഓടി വരും. എല്ലാവരും ഓടി വരും. മന്ദാരക്കൊമ്പത്തോരു ഞാനീനാടി ഒന്നിച്ച് എന്തോമൽ പൈകിളികൾ ഒന്നാനാം കുഞ്ഞിൻ്റെ ഓമനകൾ. അങ്ങനെ ചെറുപയർ തോരനും റെഡിയായി. ഇനി നമുക്ക് മീൻ ഫ്രൈ കൂടെ ചെയ്താൽ റെഡി. ഇന്നത്തെ എല്ലാ വിഭവങ്ങളും വിറകടുപ്പിലായിരുന്നേ. പക്ഷേ മീൻ ഫ്രൈ ഞാനങ്ങ് ഗ്യാസ് അടുപ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ വേണം. എന്താ കാര്യമെന്നറിയാമോ? ഇന്ന് നോൺ സ്റ്റിക്കിലാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്തത്. നിങ്ങളെയൊക്കെ നാട്ടിൽ എന്തോക്കെ പേര് പറയണം മീൻ, നവര. അത് നമ്മൾ ഈ നോൺ സ്റ്റിക്കിലിട്ടാലേ നല്ലവണ്ണം മുരിച്ചെടുക്കാൻ പറ്റും. അതിനൊരു പൊടിഞ്ഞു പോണ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് നമുക്ക് ചെറുതായിട്ട് തീയിട്ട് പൊരിച്ചെടുക്കണം. അങ്ങനെ ദേ നമ്മളെ ചെറുപയർ തോരൻ റെഡിയായി. മഴ പെയ്തു, മരം വെട്ടണില്ല, കാലെടുക്കണ്ട, ഷീറ്റടിക്കാൻ പോകണം കേട്ടോ. അത് 10 മണിയായിട്ട് പോകണം. എല്ലാ ജോലിയൊക്കെ ഫ്രഷായ ശേഷം ഒരു പോക്കുണ്ട് ഷീറ്റ്. അപ്പം ദോശയൊക്കെ ചുട്ട് മുട്ടക്കറിയുണ്ട്. ഇന്നലത്തെ ചമ്മന്തി ഒന്നുമില്ല, രാത്രി അരച്ച ചമ്മന്തിയുണ്ട്. എല്ലാവരും വന്നോളൂ. ചൂടോടെ ചുട്ട് കഴിക്കുന്നതാണ് നല്ലത്. ചമ്മന്തി ഒഴിഞ്ഞു മുട്ടക്കറി കഴിച്ചാൽ. പിന്നെ കട്ടൻ ചായ. നവര. നിങ്ങളവിടെ എന്തൊക്കെ പേരുകൾ പറയണം, അറിഞ്ഞുകൂടാത്ത എന്തൊക്കെ പേര് പറയണം. ഞങ്ങളിവിടെ നവര. കർക്കിടക മാസത്തിലാണ് വന്നിറങ്ങണത് ഈ സാധനം. ഇങ്ങനെ നവര ഫ്രൈ ചെയ്യാം. കൈ മൊത്തം തുറക്കറാന്ന് തെറിക്കും കേട്ടോ. ഇനി അവിടെ എണ്ണയിൽ കിടന്ന ഒരാൾ കളിക്കുന്ന കളി കണ്ടല്ല. അവരേഴുപേരും കൂടി ഡാൻസ് കളിച്ചിട്ട് വരട്ടെ. ഇങ്ങനെ നമ്മളെ മീൻകുട്ടന്മാരെല്ലാം ഒരു സൈഡ് റെഡിയായി വരുന്നുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് ഓടിവ. ചോറ്, മരിച്ചിനി, നെത്തോലി മീൻ കറി, ചെറുപയർ തോരൻ, നവര മീൻ പൊരിച്ചത്, ഇന്നലത്തെ രസവും വെച്ച് ചോറ് കഴിക്കാം.
എല്ലാവരും ഓടിവാ.